പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന നല്ല സമയം. എൻ്റെ പ്രിയമുള്ളവരെ, അഭിസംബോധനയിൽ കർത്താവ് ഇരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പ്രാണന് നേരെ കയറി വന്ന, നമ്മുടെ പ്രാണനെ നശിപ്പിച്ച് കളയുമെന്ന് വെല്ലുവിളിച്ച, നമ്മെ ഇല്ലായ്മ ചെയ്ത് കളയുമെന്ന് വെല്ലുവിളിച്ച ചില മേഖലകളെ നോക്കി പരിശുദ്ധാത്മാവ് ഈ സമയം കൈമാറുന്നു. നമ്മെ സമാധാനത്തിലാക്കുന്നൊരു കരം ചലിക്കും. 55-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് തരുന്ന വളരെ മനോഹരമേറിയ ഒരു ഉറപ്പാണ്, വളരെ മനോഹരമേറിയ ഒരു സന്തോഷവാക്യമാണ്. അവൻ നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. എല്ലാ കാലത്തും പ്രിയമുള്ളവരെ, നമ്മോട് എതിർത്ത് നിൽക്കുന്നവരുണ്ട്, നമ്മോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്, നമ്മെ നശിപ്പിക്കാൻ കൂട്ടം കൂടുന്നവരുണ്ട്. നമ്മെ നശിപ്പിക്കാൻ കൂട്ടം കൂടുന്നവരുടെ നടുവിൽ നമ്മുടെ കൂടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നവരുണ്ട്. നമ്മുടെ ശുശ്രൂഷകൾക്കെതിരെ സംസാരിക്കുന്നവരുണ്ട്. നമ്മുടെ ആത്മീക ഭൗതിക മേഖലകൾക്കെതിരെ, സാമ്പത്തിക മേഖലകൾക്കെതിരെ ഒക്കെ സംസാരിക്കുന്നവരുണ്ട്. വചനം തരുന്ന ഉറപ്പ് എന്താണെന്നറിയാമോ? ഇങ്ങനെ പറയാ: എന്നോട് എതിർത്തു നിന്നവർ അനേകരായിരിക്കെ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രതിസന്ധികളോ ഒന്നോ രണ്ടോ പ്രതികൂലങ്ങളോ അല്ല താങ്കൾക്ക് നേരെ വന്നത്. ഒട്ടനവധി പ്രതിസന്ധികളും ഒട്ടനവധി പ്രതികൂലങ്ങളും വന്നപ്പോൾ വാക്യം പറയുന്നു, എന്നോട് എതിർത്തു നിന്നവർ അനേകരായിരിക്കെ. ഓ ദൈവത്തിന് സ്തോത്രം. ഈ സന്ദേശത്തിൻ്റെ വാക്യം പറയുമ്പോൾ തന്നെ ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്നത്, ചില മേഖലകളെ പരിശുദ്ധാത്മാവ് തൊടുന്നത്, അനേകർ നിങ്ങളുടെ പ്രാണനും നേരെ കൂട്ടം കൂടിയതും, അനേകർ നിങ്ങളുടെ പ്രാണനും നേരെ ആലോചിച്ച് പ്രാണനെ നശിപ്പിച്ച് കളയാൻ ഒരുങ്ങിയതും ദൈവത്തിന്റെ വചനം തരുന്നു ഉറപ്പിതാണ്: എന്നോട് എതിർക്കുന്നവർ അനേകരായിരിക്കെ അവർ എന്നോട് അടുക്കാതെ വണ്ണം. ഓ ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ഞാൻ ആ വചനത്തൂടെ ചേർത്ത് നിർത്തി പറയാം: അതൊന്നും നിങ്ങളെ കാണിക്കാതെ വണ്ണം, അതൊന്നും നിങ്ങളെ കുടുംബത്തിനകത്തോ ശരീരത്തിനകത്തോ ആത്മമേഖലകൾക്കകത്തോ നിങ്ങളെ തൊടാതെ വണ്ണം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് വചനം ഉറപ്പു തരികയാണ്. എത്ര പേർ വിശ്വാസത്തോടെ ആമേൻ പറയാൻ കഴിയും? എത്ര പതിയിരിപ്പ് ശക്തികളും എത്ര അപകടങ്ങളും എത്ര പ്രതിസന്ധികളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നേരെ ശത്രുവായവൻ അഴിച്ചുവിട്ടു. വചനം പറയുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരായിരിക്കെ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രതിസന്ധികളോ അപകടങ്ങളോ പ്രയാസങ്ങളോ അല്ല നമ്മുടെ നേരെ അഴിച്ചുവിട്ടത്. ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ അഴിച്ചുവിട്ടപ്പോഴും നമ്മുടെ നേരെ, നമ്മുടെ അടുക്കൽ അടുക്കാതെ വണ്ണം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയ, നമ്മെ സംരക്ഷിച്ചു നിർത്തിയ ഒരു സംരക്ഷ വലയമുണ്ടെന്ന് ഇന്ന് പരിശുദ്ധാത്മാ ഉറപ്പു തരികയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അനേക പ്രതിസന്ധികൾ വന്നു. കുറച്ച് പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, തീർന്നു, പ്രതിസന്ധികൾ തീർന്നു, ഇനി ദൈവം കരുതും, ഇനി സൂക്ഷിക്കും. സ്തോത്രം. ഒരു പ്രതിസന്ധി അങ്ങോട്ട് മാറി അടുത്ത പ്രതിസന്ധികൾ അതിലും രൂക്ഷമായത് ഒരുക്കുമ്പോഴും സർവശക്തൻ പറയുക, എന്റെ കുഞ്ഞിനെ തൊടാതെ വണ്ണം, എന്റെ കുടുംബത്തെ തൊടാതെ വണ്ണം സംരക്ഷിക്കും, അല്ലെങ്കിൽ അടുക്കാതെ വണ്ണം സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ കാര്യമുണ്ട്. വാക്യം ഇങ്ങനെയാണ് വായിച്ചത് നമ്മൾ: എന്നോട് കയർത്തു നിന്നവർ. ഈ ജീവിതത്തിന്റെ നൗകയിൽ നമ്മോട് കയർത്ത് നിന്ന്, എതിർത്ത് നിന്ന്, നമ്മെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി കയർത്ത് നമ്മെ നശിപ്പിക്കാൻ നോക്കിയെടുത്തുനിന്ന് പരിശുദ്ധാത്മ പറയുക, അതൊന്നും അടുക്കാതെ വണ്ണം. ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ വളരെ വളരെ ഉറപ്പോടും സന്തോഷത്തോടും പറയുന്നു, അതൊന്നും നമ്മുടെ നേരെ അടുക്കാതെ വണ്ണം
നമ്മുടെ നേരെ അടുക്കാതെ വണ്ണം, നമ്മുടെ ആത്മീക ഭൗതിക മേഖലകൾക്ക് നേരെ അടുക്കാതെ വണ്ണം നമ്മെ സംരക്ഷിച്ചൊരു ദൈവത്തിന്റെ കരമുണ്ട്. വിശ്വസിക്കുന്നവർ പറ. ഇന്നലകളിൽ വരാമായിരുന്ന പതിയിരിപ്പ് ശക്തികൾ ഉണ്ടായിരുന്നു. ഇന്നലകളിൽ വരാമായിരുന്ന അപകടങ്ങൾ ഉണ്ടായിരുന്നു. മുമ്പിൽ അപകടങ്ങൾ വഴിമാറിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളെ, അപകടങ്ങളെ എല്ലാം വഴിമാറ്റി എന്നെ സംരക്ഷിച്ചൊരു ദൈവമുണ്ട്. എന്നോട് അടുക്കാതെ വണ്ണം എന്നെ പിടിച്ചു നിർത്തിയൊരു ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. അടുത്ത പദം പറയുന്നത് എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. അതേ പ്രിയമുള്ളവരെ, കയർത്തു നിന്നവരും എതിർത്തു നിന്നവരും അനേകരായിരിക്കെ അതൊന്നും നമ്മളോട് അടുത്തു വരാതെ നമ്മുടെ പ്രാണനെ സമാധാനത്തിലാക്കി നിർത്തിയിരിക്കുക. ആരൊക്കെയോ ഭയപ്പെട്ടിരിക്കുകയല്ലേ, ആരൊക്കെയോ പേടിച്ചിരിക്കുകയല്ലേ, എനിക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ലൈഫിൽ ഇനി സമാധാനം ഉണ്ടാകുമോ എന്ന്. എന്നാൽ പരിശുദ്ധാത്മ ഉറപ്പ് തരുന്നു, എത്ര 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 പ്രതിസന്ധികൾ മാറി മാറി വന്നോട്ടെ, നിങ്ങളെ തൊടാതെ വണ്ണം ദൈവത്തിന്റെ ഒരു സംരക്ഷണം നിങ്ങളോട് കൂടെയുണ്ട്. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും കർത്തൃസന്നിധിയിൽ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.